പോർട്ട് ബ്ലെയർ എയർപോർട്ടിലെത്തി നേരെ ഞങ്ങൾ സ്റ്റേയിലേക്കാട്ടോ പോയത്. പോകുന്ന വഴി ഒന്ന് ചെറുതായിട്ട് കണ്ടു നോക്കി. നമ്മുടെ കേരളം തന്നെ സ്ഥലം, നമ്മുടെ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന അതേ ഫീലായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സ്റ്റേയിലെത്തി. സ്വീറ്റ് മാംഗോ ട്രീ ഹോം സ്റ്റേ എന്നാട്ടോ ഞങ്ങളുടെ സ്റ്റേയുടെ പേര്. സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേ ആണ്, സിമ്പിളായിട്ടുള്ള റൂമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ രാവിലെ ഒരു 11:30 ആയപ്പോഴത്തേനും ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ നേരെ റൂമിലെത്തി, കുറച്ച് ഫ്രഷായി, കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകുന്നേരം ഒന്ന് കറങ്ങാനിറങ്ങാമെന്ന് കരുതി. അടുത്തൊരു ബീച്ചുണ്ട്, അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചോച്ചാൻ സ്കൂട്ടി എടുക്കാൻ പോയേക്കും കേട്ടോ. ആൻഡമാനിലെ സ്കൂട്ടിയാണല്ലോ മെയിൻ റൈഡ്. ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണേ. വൈബ് ഞങ്ങൾ സ്കൂട്ടിയിലൊക്കെ കയറി നേരത്തെ കണ്ട വളവെത്തിയില്ല. അതിന് മുന്നേ മഴ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഇറങ്ങി, ഓടിപ്പോയി കുടയൊക്കെ എടുത്ത് തിരിച്ച് വന്ന്. പറയണോ വർണ്ണിക്കണോ ഈ വെതർ, അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടിയിൽ പറത്ത് വിട്ടത് കോർബൻസ്കോ ബീച്ചിലേക്കാട്ടോ. പറത്ത് വിട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര സ്പീഡിൽ പോയെന്നൊന്നും കരുതരുതേ. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് പയ്യനെയായിരുന്നു അവിടെ എത്തിയത്. ഞങ്ങൾക്ക് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കണ്ടോ, നമ്മുടെ കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലില്ലേ, നല്ല മഴയൊക്കെ ആയിട്ട്. പഞ്ചാബിൽ നിന്ന് ഭയങ്കര ചൂടത്ത് ഈ വെതറിലോട്ട് വന്നപ്പോൾ എന്ത് സന്തോഷമായി എന്നറിയോ. അങ്ങനെ റൈഡ് ചെയ്ത് ഞങ്ങൾ കോർബൻസ്കോ ബീച്ചിലെത്തി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ആളുകളും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോ ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. എന്താ കഴിച്ചതെന്ന് ലാസ്റ്റ് ഉണ്ടേ. സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. സന്ധ്യയായി വരുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ നിറയെ ആളുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ നമ്മുടെ ജെറ്റ് സ്കീയിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ചെറിയൊരു ആഗ്രഹം തോന്നി, ജെറ്റ് സ്കീയിങ് ചെയ്താലോ എന്ന്. പിള്ളേരെ അവർ അലോ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പ് പറഞ്ഞില്ല. ഞങ്ങൾ അവരോട് ബീച്ചിൽ പോയി കളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചോദിച്ചാൽ ഇപ്പോൾ അന്വേഷിച്ചപ്പം പിള്ളേരെ അത്യാവശ്യം അവർ ചെയ്യിക്കുന്നുണ്ട്. എന്തായാലും ഒരു 2 റൗണ്ടാണ് അവർ ചെയ്യിക്കുക. എനിക്ക് പിന്നെ സ്ക്യൂബ ഡൈവിങ് ആട്ടോ എൻ്റെ മനസ്സിലുള്ളത്. ചെയ്യാൻ പറ്റിയാൽ സ്ക്യൂബ ഡൈവിങ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇരിക്കുന്നത്. അതുകൊണ്ട് ജെറ്റ് സ്കീയിങ്ങിനോടൊന്നും എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചാലും പറഞ്ഞു, നോക്കിയാൽ നമുക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാം. പക്ഷെ അന്വേഷിച്ചപ്പോൾ പിള്ളേരെ അവർ ചെയ്യും. അങ്ങനെ അവർ 2 പേരും സ്ക്യൂബ ഡൈവിങ് അടിപൊളിയായിട്ട് ചെയ്തു. അത് അവരുടെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ, ഫുൾ വീഡിയോ. അവിടെ കുറേ നേരം ഇരുന്ന് അവിടുത്തെ ഒരു തട്ടുകടയിൽ നിന്ന് പൊറോട്ട, എഗ് റോള് ഡിന്നറുമായിട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.